ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന അതേപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. ഈ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ നമുക്ക് മയോണൈസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മയോണൈസ് ഉണ്ടാക്കാം. അതിനായി ഒരു മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ വിനീഗറും ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മയോണൈസ് തയ്യാറായിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ അടിച്ചെടുക്കണം, കാരണം ലൂസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡിൽ തേച്ച് കൊടുക്കുമ്പോൾ ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുട്ട പൊരിച്ചതാണ്. അപ്പോൾ അതിനായിട്ട് 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഈ മുട്ട ഒന്ന് പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ അല്പം എണ്ണ തടവി പൊരിച്ചെടുക്കാവുന്നതാണ്. ഇതൊരു സിമ്പിൾ ഓംപ്ലേറ്റ് ആണ്. നമ്മളിതിലേക്ക് അല്പം ഉപ്പും കുരുമുളകും അല്ലാതെ വേറൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ബാക്കിയുള്ള മുട്ട കൂടി നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്യാബേജും ക്യാരറ്റും ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് മൂന്നും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ഇതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല, നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റം വരുത്താവുന്നതാണ്. ഞാനിവിടെ 3ഉം ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മയോണൈസിൽ നിന്നും 3 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വേറെ ഉപ്പൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. മയോണൈസിൽ നേരത്തെ ചേർത്ത ഉപ്പ് തന്നെ മതിയാവും. നമ്മുടെ ഈ ഒരു മിക്സിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ക്യാബേജും ക്യാരറ്റും ഉള്ളിയും അതിൻ്റെ കൂടെ മയോണൈസും സോസും കൂടെ ചേരുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായി 12 സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ സാൻഡ്വിച്ച് 4 ലെയറായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 സെറ്റ് സാൻഡ്വിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് അല്പം നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. ഓരോ ബ്രെഡായിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. 2 സൈഡും നന്നായി ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് ടോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നന്നായി ടോസ്റ്റ് ആയതിനു ശേഷം ഇതെടുത്ത് മാറ്റിയിട്ട് ബാക്കി എല്ലാ ബ്രെഡ്സും ഇതേപോലെ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ നോർമൽ ബ്രെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടും, അതുള്ളവർക്ക് അത് വെച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മളെല്ലാ ബ്രെഡും ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം ഒരു ബ്രെഡ് എടുത്ത് വെക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ഒരു ലെയറിലോട്ട് ആദ്യം ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. ലെയർ ചെയ്തെടുക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാവാം കേട്ടോ. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേലെ അടുത്ത ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നാലും അല്പം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മാത്രമേ സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ നന്നായി കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അല്പം ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച മുട്ട ഒരു ബ്രെഡിൻ്റെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചീസാണ്. ഒരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം അടുത്ത ബ്രെഡ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് തക്കാളിയും കക്കിരിയും കനം കുറച്ച് അരിഞ്ഞത് വെച്ച് കൊടുക്കാം.
ഇതിൻ്റെ മുകളിൽ അടുത്ത ബ്രെഡ് കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ സാൻഡ്വിച്ച് തയ്യാറായി. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടായി മുറിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഒരു കാര്യം കൂടെ, മാസത്തിൽ 5 വീഡിയോ എങ്കിലും ചുരുങ്ങിയതിടാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.